ലോക ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു സാമ്രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം. വളരെ പ്രാധാന്യമുള്ളത് എന്ന് പറയാനായിട്ടുള്ള കാരണം ഇവരുടെ സാമ്രാജ്യത്തിന് കീഴിൽ ഒരുപാട് രാജ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഒരുപാട് രാജ്യങ്ങളെന്ന് പറയുമ്പോൾ കടലും പുഴയും എല്ലാം കടന്ന്, കടലും സമുദ്രങ്ങളും കടന്ന് ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു സാമ്രാജ്യത്തിന് കീഴിൽ വന്നിരുന്നു. അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ള സാമ്രാജ്യം എങ്ങനെയാണ് ചരിത്രത്തിൽ നശിച്ചത്? നമുക്ക് കേട്ടു നോക്കാം റോമ സാമ്രാജ്യത്തിൻ്റെ പതനത്തെക്കുറിച്ച്. ഒന്നാമത്തെ കാരണമെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് ടെറിട്ടറി റോമ സാമ്രാജ്യത്തിനുള്ളിൽ വരുന്നുണ്ട്. അതുതന്നെയാണ് മെയിനായിട്ടുള്ള കാരണങ്ങളിലൊന്ന്. കാരണം റോമ സാമ്രാജ്യത്തിൻ്റെ ഒരു അതിർത്തി എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷൻ മുതൽ യൂഫ്രേറ്റസ് നദി വരെ നീണ്ടു നിൽക്കുന്നുണ്ട്. അത്രത്തോളം ഒരു വാസ്റ്റ് ആയിട്ടുള്ള സാമ്രാജ്യത്തിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിലും ഗവൺമെൻറ് പരമായി നോക്കുകയാണെങ്കിലും ഈ ഒരു സാമ്രാജ്യത്തിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. മറ്റൊരു കാര്യവും കൂടെ പറയുന്നുണ്ട്. ഈ ഒരു എക്സ്പാൻഷൻ ഉണ്ടല്ലോ, അതായത് ഏതൊരു സാമ്രാജ്യത്തിൻ്റെയും ദൗത്യമെന്ന് പറയുന്നത് അവരുടെ അതിർത്തി എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ റോമ സാമ്രാജ്യത്തിൻ്റെ ഒരു എക്സ്പാൻഷനെ നമുക്ക് എക്സ്പാൻഷൻ എന്നല്ല, മറിച്ച് ഒരു ഓവർ എക്സ്പാൻഷൻ എന്ന് വേണം പറയേണ്ടിയിരുന്നത്. കാരണം അത്രത്തോളം സാമ്രാജ്യങ്ങളെ ഒരാവശ്യവുമില്ലാതെ ഈ ഒരു റോമ സാമ്രാജ്യത്തിന് കീഴിലേക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഒരു രാജ്യത്തിനെ തങ്ങളുടെ സാമ്രാജ്യത്തിലോട്ട് നമ്മൾ ചേർക്കണമെങ്കിൽ രണ്ട് രീതികളുണ്ട്. ഒന്ന്, മാന്യമായി സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്യുക. അതിൽ വഴങ്ങിയില്ല എങ്കിൽ യുദ്ധം ചെയ്യുക. യുദ്ധമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, സൈന്യം, ആയുധം, അതുപോലെ മൃഗങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന പടക്കോപ്പുകൾ, ഇതിനെല്ലാത്തിനും നല്ല ചിലവ് വരുന്നുണ്ട്. അപ്പോൾ യുദ്ധത്തിന് വേണ്ടിയിട്ടും സൈന്യത്തിന് വേണ്ടിയിട്ടും ഈ ഒരു സൈനികരുടെ എക്സ്പെഡിഷന് വേണ്ടിയിട്ടുമുള്ള ചിലവുകൾ കാരണം റോമ സാമ്രാജ്യത്തിന് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റോമ സാമ്രാജ്യം ഇത്രത്തോളം വലുതായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഭരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർവോപരി അവിടുത്തെ പൊളിറ്റീഷ്യൻസും അതുപോലെ ഭരണാധികാരികളിലുമെല്ലാം ഒരുപാട് അഴിമതികളും ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഒരു റോമ ചക്രവർത്തി ഈ ഒരു റോമ സാമ്രാജ്യത്തിന് രണ്ട് ഭാഗങ്ങളായിട്ട് അങ്ങ് തിരിച്ചു. ഒന്ന് ഈസ്റ്റേൺ ഭാഗം, മറ്റൊന്ന് വെസ്റ്റേൺ ഭാഗം. ഈ ഒരു ഈസ്റ്റേൺ ഭാഗത്തുണ്ടായിരുന്നത് ഗ്രീക്ക് സംസാരിക്കുന്ന ആളുകളായിരുന്നു. വെസ്റ്റേൺ ഭാഗത്തുണ്ടായിരുന്നത് ലാറ്റിൻ ഭാഷ സംസാരിക്കുന്ന ആളുകളായിരുന്നു. ഈസ്റ്റും വെസ്റ്റും തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുവാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. അതിൻ്റെ മെയിൻ കാര്യമെന്ന് പറയുമ്പോൾ, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഡിവിഷൻസ് ഇവർ നല്ല എഫക്റ്റീവായിട്ടല്ലായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ റിസോഴ്സസിന് വേണ്ടിയിട്ട്, അതായത് ഈ പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ബാക്കപ്പുകൾ, അതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ റിസോഴ്സസിന് വേണ്ടിയിട്ട് ഇവർ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുമായിരുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു സാമ്രാജ്യത്തിനുള്ളിൽ തന്നെ ഒരു യുദ്ധമുണ്ടായി എന്ന് പറയുന്നത് പോലെയായിരുന്നു. അപ്പോൾ ഇതിനു പുറമെ ഒരുപാട് കറപ്റ്റായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. കറപ്റ്റ് എന്ന് പറയുമ്പോൾ അഴിമതിക്കാരായിട്ടുള്ള പൊളിറ്റീഷ്യൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാരണം സിവിൽ വാറുകളുണ്ടായി. സിവിൽ വാറുകൾ ഉണ്ടായെന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ ഭാഗം അവർ ഭയങ്കര എക്കണോമിക്കലി വീക്കായിരുന്നു, സാമ്പത്തികപരമായിട്ട് വളരെ വീക്കായിരുന്നു. എന്നാൽ ഈസ്റ്റേൺ ഭാഗമാകട്ടെ, അവർ സാമ്പത്തികപരമായിട്ട് വളരെ സേഫുമായിരുന്നു. അപ്പോൾ ഈ ഒരു ഈസ്റ്റേൺ ഭാഗത്തുള്ള ആളുകൾ ഒരു കൂട്ടം പുറത്തുനിന്ന് വന്ന ആക്രമികളെ നേരിട്ട് കൊണ്ടിരുന്ന സമയത്ത് വെസ്റ്റേൺ ഭാഗത്തിനെ ഒരു ജർമ്മൻ ജനങ്ങളുടെ ഒരു സംഘമായിട്ടുള്ള വിസ്ഗോത്ത് ജനങ്ങൾ ഇവരെ ആക്രമിക്കുകയുണ്ടായി. വെസ്റ്റേൺ ഭാഗത്തെ ആക്രമിക്കുകയുണ്ടായി. ഈ ഒരു ആക്രമണം വളരെ എഫക്റ്റീവായിട്ടൊന്നും ഈ ഒരു വെസ്റ്റേൺ എംപയറിന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഒരു ആക്രമണം ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. കാരണം ഈ ഒരു ആക്രമണത്തിലായിരുന്നു വിസ്ഗോത്തുകളുടെ രാജാവായിട്ടുള്ള ആലറിക് ദ ബാർബേറിയൻ എന്ന് വിളിക്കുന്ന ആലറിക്, അദ്ദേഹം റോം സിറ്റിയെ നശിപ്പിച്ചത്. ഈ ഒരു റോം സിറ്റിയെ 3 ദിവസമെടുത്ത് അദ്ദേഹം നശിപ്പിച്ചപ്പോഴത്തേക്കും ഈ ഒരു റോമ സാമ്രാജ്യത്തിൻ്റെ പേര് തന്നെ നശിക്കുകയായിരുന്നു. പുറത്തുള്ള ആളുകൾക്ക് റോമ സാമ്രാജ്യത്തിനെ ഭയമില്ലാണ്ടൊക്കെയായി. അതിനെ തുടർന്ന് റോമ സിറ്റിയെയും അതുപോലെ റോമ സാമ്രാജ്യത്തെയും പുറത്തു നിന്നുള്ള ഒരുപാട് പേര് ആക്രമിച്ചു കൊണ്ടിരുന്നു. ഈ ഒരു ആക്രമണങ്ങളെ ചെറുത്തു നിർത്തുവാനായിട്ട് ഒരുപാട് യുദ്ധങ്ങളും ഈ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ചെലവുകളുമെല്ലാം വന്നു. ഇതൊക്കെ കാരണം സാമ്പത്തിക മാന്ദ്യതയുണ്ടായി. അപ്പോൾ ഇതിനു പുറമെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സിവിൽ വാർ, പൊളിറ്റീഷ്യൻസ് കറപ്റ്റായിരുന്നു. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് മെയിനായിട്ട് റോമ സാമ്രാജ്യത്തിൻ്റെ റോമ സാമ്രാജ്യം നശിച്ചത് എന്ന് തന്നെ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് റോമ സാമ്രാജ്യത്തിൻ്റെ നാശത്തിന് കാരണമായിട്ടുള്ള ചില ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നത് വരെ ബൈ.